ബീഹാറിലെ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താനുള്ള ആലോചനയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബുധനാഴ്ച ചേരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം വിഷയം ചർച്ച ചെയ്യും. SIR നടത്തുന്നതിന്റെ സാധ്യത അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ബീഹാറിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താനുള്ള ആലോചന നടക്കുന്നത്. ബുധനാഴ്ച ചേരുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ യോഗത്തിന് ശേഷമായിരിക്കും വിഷയത്തെപ്പറ്റി കൂടുതൽ ചർച്ചകൾ നടക്കുക. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര അടക്കം നടക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ വലിയ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഈ പ്രതിപക്ഷ വോട്ടർമാരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളതാണ് പ്രതിപക്ഷം അടക്കം വാദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ SIRനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഘട്ടമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഇടയ്ക്ക് ഈ കേരളം, ബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ ഈ SIR നടപ്പാക്കണം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് എന്ന ആവശ്യം ഉന്നയിച്ച് BJPയുടെ ഒരു അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം രാജ്യവ്യാപകമായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചനയിലാണ്, പരിഗണനയിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ വരുന്ന ബുധനാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന്റെ അജണ്ട നിലവിൽ നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച് രാജ്യവ്യാപകമായി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അകത്തുനിന്നുള്ള വിവരങ്ങൾ പ്രകാരം അതിൽ പ്രധാനമായും ഈ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ SIR നടപ്പാക്കുന്നതിന്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് അറിയിക്കാനായി ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ അത് അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ആ ദിവസം അത് ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കേരളത്തിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ SIR നടപ്പാക്കാനുള്ള ഒരു ആലോചന ഒരുപക്ഷെ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലും അങ്ങനെയെങ്കിൽ രാജ്യവ്യാപകമായി ഈ SIR നടപ്പാക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഉടൻ തന്നെ ഈ SIR നടപ്പാക്കും. ഏതായാലും ഇതിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ബുധനാഴ്ചയാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിരിക്കുന്നത്. ഡൽഹിയിലാണ് ആ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ പ്രധാനമായും ഈ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റ ശേഷം വിളിക്കുന്ന 3ാമത്തെ യോഗമാണിത്. 2 തവണയാണ് ഇതിനു മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം വിളിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഈ യോഗം വിളിക്കുന്നത്. അതിൽ ഏതായാലും SIR തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെ പ്രധാനമായ വിഷയമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്റണി, അതുപോലെ തന്നെ ബീഹാറിൽ ഇത്തരത്തിൽ തീവ്ര വോട്ടർ പരിഷ്കരണം നടത്തിയപ്പോൾ ആ ഒരു ഉണ്ടായ വിവാദങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധവും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ രാജ്യവ്യാപകമായി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ വിവാദങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളിലേക്കും കടക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ബീഹാറിൽ ഇത് നടപ്പാക്കിയ ഘട്ടം മുതൽ തന്നെ, നടപ്പാക്കാനുള്ള തീരുമാനം വന്ന ഘട്ടം മുതൽ തന്നെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെ ശക്തമായി തന്നെ എതിർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുപ്രീം കോടതിയിൽ SIRനെതിരെ നിലവിൽ കേസ് നടക്കുകയാണ്. ഇതിൽ ഈ ആളുകളെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് പല ആളുകളെയും ഏതാണ്ട് 50 ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കി എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിലടക്കം ഈ കേസ് നടക്കുകയാണ്. അതിലിപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ
പരാതിയുള്ളവർക്ക് അറിയിക്കാനുള്ള സമയപരിധി അടക്കം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആധാർ കാർഡ് പൗരത്വ രേഖയായി പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൽ സുപ്രീം കോടതിയിൽ വാദം നിലവിൽ നടക്കുകയാണ് SIRമായി ബന്ധപ്പെട്ട്. അതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമുണ്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ഈ വോട്ടർമാരെ, അതായത് ഈ പ്രതിപക്ഷം, അതായത് പക്ഷത്തിന് എതിരായി നിൽക്കുന്ന വോട്ടർമാരെ ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഭരണപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഈ SIRലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അത് നടപ്പാക്കാൻ പാടില്ല, അത് ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. നമ്മൾ കണ്ടതാണ് വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത്. അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് അത് സമാപിച്ചത്. 15 ദിവസം ബീഹാറിലെ 20ഓളം സംസ്ഥാനങ്ങളിലൂടെ ആ വോട്ടർ അധികാർ യാത്ര കടന്നുപോയി. അത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെയാണ്. പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ നേരത്തെ തന്നെ മമതാ ബാനർജി അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ അത് നടപ്പാക്കാൻ തീരുമാനിച്ചാലും തമിഴ്നാട്ടിൽ നടപ്പാക്കാൻ തീരുമാനിച്ചാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം. കാരണം പ്രതിപക്ഷ കക്ഷികൾ, അതായത് BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ബംഗാളും തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായും ബീഹാറിലേതുപോലെ ഇവിടെയും നടപ്പാക്കാൻ ശ്രമിച്ചാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിനെതിരെ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കമ്മീഷൻ അവരുടെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ബീഹാറിൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRമായി മുന്നോട്ട് പോകുന്ന സാഹചര്യവും നിലവിലുണ്ട്. കോടതി അവരോട് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതേസമയം ഈ ഒഴിവാക്കുന്നവർ, അവർക്ക് പരാതി നൽകിയാൽ അവരെ അതിൽ ഉൾപ്പെടുത്തുന്നതിലടക്കം തീരുമാനം വേണമെന്നുള്ള കാര്യം സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും വ്യാപകമായ പ്രതിഷേധം ഇതിനെതിരെ ഇത്തരത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോൾ കണ്ടതിന്റെ ഇരട്ടി പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, ബീഹാറിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബീഹാറിലടക്കം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധങ്ങൾ. രാജ്യവ്യാപകമായി ഈ ഒരു നടപടിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയെങ്കിൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം നടക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.